എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ സ്കൂളിന്റെ പുതിയ ഹോസ്റ്റൽ കാണിക്കും. രാവിലെ തന്നെ നമ്മുടെ കുട്ടന്മാരെല്ലാവരും റെഡിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇപ്പൊ ക്ലാസ്സിലേക്ക് വരും. അപ്പൊ ഐസമ്മ മാസ്റ്റർ ഇപ്പൊ ക്ലാസ്സിലേക്ക് വന്നിട്ട് പറയും, നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ എയിം എങ്ങനെയെങ്കിലും സൂപ്പർ ഹീറോ ലൈസൻസ് അത് നേടിയെടുക്കുക എന്നതാണ്. എങ്കിലും മാത്രമേ നിങ്ങൾക്ക് മോൺസ്റ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയൂ. ലൈസൻസ് ഇല്ലാതെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അതിനെ ഒരിക്കലും സ്കൂള് എന്റർടൈൻ ചെയ്യില്ല. മാത്രമല്ല, ഈ ഒരു ലൈസൻസ് അത് അത്ര എളുപ്പത്തില് ആർക്കും കിട്ടില്ല. ഒരു 100 പേര് ഈ ലൈസൻസിന് വേണ്ടി ശ്രമിച്ച വെറും 50 പേർക്ക് മാത്രമായിരിക്കും ഈ ലൈസൻസ് കിട്ടുക. പക്ഷെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇന്നു മുതല് നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ പോവാണ്. അതിനുവേണ്ടി നിങ്ങളുടെ കൂടെ തന്നെ 3 മാസ്റ്റേഴ്സ് ഉണ്ടാവും. അത് കേട്ട് നമ്മുടെ ചെക്കന്മാരും ചെക്കികളും ഇപ്പൊ തുള്ളിച്ചാടാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് അവരെല്ലാവരും അവരുടെ സ്യൂട്ടും ബൂട്ടും ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പൊ ട്രെയിനിങ് സ്ഥലത്തേക്ക് വരും. സ്റ്റുഡൻസ് അവിടേക്ക് എത്തുമ്പോ തന്നെ ഇപ്പൊ സെവന്റോ മാസ്റ്റർ അവർക്ക് ആവശ്യമായിട്ടുള്ള ഓരോരോ ഇൻസ്ട്രക്ഷൻസ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ തുടങ്ങും. അതിനുശേഷം ഇപ്പൊ ഐസമ്മ മാസ്റ്ററും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്പെഷ്യൽ മൂവ്മെന്റ്സ് ഉണ്ടാവണം. മാത്രമല്ല, ഒരു സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞ മോൺസ്റ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നത് മാത്രമല്ല, ലോകത്തിലുണ്ടാവുന്ന മറ്റ് പ്രശ്നങ്ങള്, വണ്ടി ആക്സിഡന്റുകള്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവരുടെ ഇടപെടല് തീർച്ചയായിട്ടും ഉണ്ടാവണം. മാത്രമല്ല, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, മറ്റുള്ളവരോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒരു സൂപ്പർ ഹീറോസിന്റെ ലൈഫിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ലൈസൻസ് അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംഗതി എല്ലാം സിമ്പിളാണ്. നിങ്ങൾ കൂളായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മൈൻഡോട് കൂടെ ഞങ്ങളുടെ കൂടെ നിന്നാ മതി. പക്ഷെ ഉറപ്പായിട്ടും നിങ്ങൾ ഓരോരുത്തരും അൾട്ടിമേറ്റ് മൂവ് അത് പഠിച്ചിരിക്കണം. ആക്ച്വലി ഈ അൾട്ടിമേറ്റ് മൂവ് ട്രെയിൻ ചെയ്യാനാണ് നമ്മുടെ ഐസമ്മ മാസ്റ്റർ സ്റ്റുഡൻസിനെ എല്ലാവരെയും കൂട്ടി കാട്ടിലേക്ക് പോയത്. ഉടനെ സെമന്റോസ് അവിടെ ഒരുപാട് ഹില്ലൊക്കെ ക്രിയേറ്റ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ മലയുടെ ഓരോ ഭാഗത്തും എക്ടോപ്ലാസം. അവൻ അങ്ങനെ നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ഓരോ സ്റ്റുഡൻസ് ആയിട്ട് ഇപ്പൊ എക്ടോപ്ലാസം ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എല്ലാ സ്റ്റുഡൻസും അവരുടെ പവർ ഉപയോഗിച്ച് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് നമ്മുടെ ഇസുക്ക് പയ്യൻ അവനൊന്നും ചെയ്യാൻ കഴിയാതെ അവന്റെ ഫ്രണ്ട്സ് ട്രെയിനിങ് എടുക്കുന്നത് ഇപ്പൊ നോക്കി നിൽക്കും. അപ്പൊ എക്ടോപ്ലാസം അവന്റെ തൊട്ടടുത്തേക്ക് വന്ന് ഇസുക്ക് പയ്യന്റെ തലയ്ക്ക് തന്നെ ഒരു കിഴുക്ക് വെച്ചു കൊടുക്കും. മാസ്റ്റർ അവനോട് അവന്റെ പവർ എടുത്ത് ട്രെയിനിങ് ചെയ്യാൻ പറയും. പക്ഷെ ഓൾറെഡി ഇസുക്ക് പയ്യന്റെ കൈ അത് ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എക്ടോപ്ലാസത്തിന് ഇപ്പൊ കാര്യം മനസ്സിലാവും. അപ്പൊ മാസ്റ്റർ പറയും, കുഴപ്പമില്ല, നീ ട്രെയിനിങ് എടുത്ത് നിന്റെ പവർ എൻഹാൻസ് ചെയ്യ്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ചിരിക്കുട്ടൻ അവിടേക്ക് വന്ന് ആളുടെ പവർ അത് ഇടയ്ക്കിടയ്ക്ക് ബോഡിയിലേക്ക് കൊണ്ടുവന്ന് കാണിക്കും. ചിരിക്കുട്ടൻ മാസ്റ്റർക്ക് ഓൾറെഡി ആളുടെ പവർ നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ വെറും 2 മിനിറ്റ് മാത്രമേ ആ പവർ ആളുടെ ബോഡിയിൽ നിൽക്കൂ. കട്ട് ചെയ്ത നമ്മുടെ ചപ്രത്തലയൻ അവനവന്റെ ഫുൾ പവറില് എക്ടോപ്ലാസം മാസ്റ്ററിനെ ഇപ്പൊ അടിച്ചു തെറിപ്പിക്കും. അതുപോലെ ഡോറ അവളുടെ പവർ വെച്ച് ഇപ്പൊ എല്ലാവരെയും ബഹിരാകാശത്തേക്ക് അങ്ങനെ ഉയർത്തി നിർത്തും. അപ്പൊ ചിരിക്കുട്ടനാവട്ടെ ഇപ്പൊ ഓരോ സ്റ്റുഡൻസിനെയും കണ്ട് ഉപദേശിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ആള് തിരികെ ഹോസ്റ്റലിലേക്ക് പോവാണ്. നമ്മുടെ ഇസുക്ക് പയ്യൻ അവൻ ഒരുപാട് സാഡായി വിഷമത്തില് അവന്റെ അൾട്ടിമേറ്റ് മൂവ് അതെങ്ങനെ ഉപയോഗിക്കാം എന്ന് ആലോചിക്കും. നമ്മുടെ ആള് അതൊക്കെ ആലോചിച്ച് നടന്ന് ഇപ്പൊ എക്സ്പേർട്സിന് അടുത്തെത്തും. അവന്റെ കൈ അത് പഴയതുപോലെ ആവാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് എക്സ്പേർട്സിനോട് ചോദിക്കാൻ. ഹീറോയുടെ തൊട്ടു പിന്നാലെ ഇപ്പൊ കണ്ണാടി പയ്യനും ഡോറയും അവരെന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നു വരും. ഇസുക്ക് പയ്യനെ കണ്ടുടൻ ഡോറ അവന്റെ പേരും വിളിച്ച് ഹീറോയുടെ അടുത്തേക്ക് ഇപ്പൊ ഓടിയെത്തും. അപ്പൊ കറക്റ്റ് സമയത്ത് ഇപ്പൊ പവർ ലോഡർ ഡോർ തുറക്കും. ആ സമയത്ത് എന്തോ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. പവർ ലോഡറിന് കലി കയറി ഇപ്പൊ ഒരുപാട് ചീത്ത വിളിക്കും. ഡോറ പെണ്ണിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ആൾ ആരെയാണ് ചീത്ത വിളിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ചുറ്റും നോക്കും. അത് മറ്റാരെയും അല്ല, സാക്ഷാൽ നമ്മുടെ ഗാഡ്ജറ്റ്സ് പെണ്ണിനെയാണ്. അവള് ചെയ്ത എന്തോ ഒരു എക്സ്പെരിമെന്റ് ഇപ്പൊ നൈസായിട്ട് പാളിപ്പോയി. അവളെ കാണുമ്പോ തന്നെ ഇപ്പൊ ഡോറ പെണ്ണിന് ഒരുപാട് ദേഷ്യം വരും. കാരണം അവളിപ്പോ വീണ് കിടക്കുന്നത് സാക്ഷാൽ ഇസുക്ക് പയ്യന്റെ ബോഡിയിലാണ്. നമ്മുടെ ചെക്കൻ ആള് നാണക്കാരനാ. അവളെ അടുത്ത് കാണുമ്പോ തന്നെ അവൻ കണ്ണുപൊത്തി അങ്ങനെ ഇരിക്കും. അവളുടെ വീഴ്ചയുടെ ആഘാതത്തില് അവക്കിപ്പോ ആരെയും തിരിച്ചറിയാൻ പറ്റില്ല. നിങ്ങളൊക്കെ ആരാ, നിങ്ങളെന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ച് അവളിപ്പോ അകത്തേക്ക് കയറിപ്പോവും. അപ്പൊ ഇസുക്ക് പയ്യൻ അവളുടെ പിന്നാലെ ചെല്ലും. എക്സ്ക്യൂസ് മീ ചുന്ദരി, പവർ ലോഡർ അദ്ദേഹം ഇവിടെ ഉണ്ടോ?
വിരോധമില്ലെങ്കിൽ ഒന്നിങ്ങോട്ട് വിളിക്കുവോ, എന്റെ കോസ്റ്റ്യൂമും ഗാഡ്ജറ്റും ഒന്ന് ചേഞ്ച് ചെയ്യണം. അത് കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ ഗാഡ്ജറ്റ്സ് പെണ്ണിന് ഒരുപാട് സന്തോഷാവും. അവള് കണ്ണും തള്ളി ഇപ്പൊ ഹീറോയെ തന്നെ നോക്കി നിൽക്കും. അപ്പൊ ഇസുക്ക് പയ്യന്റെ തൊട്ടു പിന്നാലെ ഇപ്പൊ ഡോറ പെണ്ണും കണ്ണാടി പയ്യനും അവർ രണ്ടുപേരും അകത്തേക്ക് വരും. ഉടനെ ഗാഡ്ജറ്റ്സ് പെണ്ണ് അവരെ 3 പേരെയും കൂട്ടി ഇപ്പൊ പവർ ലോഡറിന്റെ അടുത്തെത്തും. അദ്ദേഹം പറയും, കുഴപ്പമില്ല, നമുക്ക് ചേഞ്ച് ചെയ്യാം. പവർ ലോഡർ ഇപ്പൊ അവരുടെ റിക്വയർമെന്റ്സ് ചോദിക്കും. അപ്പൊ നമ്മുടെ ആൾക്കാര് അവർക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് അതൊന്നായിട്ട് ഇപ്പൊ പറയും. അപ്പൊ ഇസുക്ക് അവന്റെ കൈ കാണിച്ചു കൊടുക്കും. ആക്ച്വലി എന്റെ കൈ അതിപ്പോ ഡാമേജ് ആയിരിക്കാണ്, ഇതിനെ കവർ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് ഉണ്ടോ? അതിനാള് പറയും, കുഴപ്പമില്ല, അതും നമുക്ക് റെഡിയാക്കാം. അത് കേട്ട് നമ്മുടെ ചെക്കൻ ഡബിൾ ഹാപ്പി ആവുമ്പോ അവന്റെ ബോഡിയിൽ അവനെ ആരോ ഇപ്പോ തഴുകുന്നതായിട്ട് തോന്നും. അവൻ ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കും. അത് മറ്റാരുമല്ല, ആ ഗാഡ്ജറ്റ്സ് പെണ്ണ്. പക്ഷെ ആക്ച്വലി ഗാഡ്ജറ്റ്സ് പെണ്ണ് ഇപ്പൊ ഇസക്കിന്റെ ബോഡിയിൽ ഒരു പ്രത്യേക സ്യൂട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു സ്യൂട്ട് അതവന്റെ ബോഡിയിലുള്ള പരുക്കുകള് അത് താനെ ഹീൽ ചെയ്യും. പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ആ സ്യൂട്ട് അത് കത്താൻ തുടങ്ങും. നമ്മുടെ ആള് പേടിച്ച് കാറും. അതിനവള് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ മിസ്റ്റേക്കാണ്, ഇപ്പൊ ശരിയാക്കാം. അതിന്റെ ഇടയില് അവള് കണ്ണാടിപ്പയ്യന്റെ കാലില് ഒരു ബൂസ്റ്റർ കണക്ട് ചെയ്യും. ആ ബൂസ്റ്റർ അതങ്ങനെ പറപ്പിച്ച് കണ്ണാടിപ്പയ്യനെ മുകളിലെത്തിക്കും. പവർ ലോഡർ ഒരുപാട് കഷ്ടപ്പെട്ട് അവനെ താഴെ ഇറക്കും. ദയവ് ചെയ്ത് ഒന്നും വിചാരിക്കരുത്, അവൾക്കൊരു അരപ്പീരിയുടെ കുറവുണ്ട്. പക്ഷെ എന്നാലും അവൾ ആൾ ഉഷാറാണ്. അവൾ ഒരുപാട് ഗാഡ്ജറ്റ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവളെ പോലെ ഇത്രയും ഡെഡിക്കേഷനും ആത്മാർത്ഥതയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മുടെ ഗാഡ്ജറ്റ്സ് പെണ്ണ് അവള് ചെയ്ത ഓരോരോ ഗാഡ്ജറ്റ്സ് ആയിട്ട് ഇപ്പൊ കാണിക്കാൻ തുടങ്ങും. അതൊക്കെ കണ്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഫ്രീസ് ആവും. കാരണം വെറും 4 മാസങ്ങൾ കൊണ്ടാണ് അവളത് മുഴുവൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ നമ്മുടെ ആള് ഇപ്പൊ പതിയെ എന്തൊക്കെയോ കാര്യമായിട്ട് ആലോചിക്കും. പെട്ടെന്ന് എന്തോ ഒരു ബുദ്ധി വെളിച്ചുണ്ടായി അവൻ എടുത്തു ചാടും. ഓടി വന്ന് ഇപ്പൊ ലിഡാപ്പയ്യനോട് ചോദിക്കും, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നീ എനിക്ക് പഠിപ്പിച്ചു തരുമോ? അതിനാവും വണ്ടടിക്കും, നീ എന്താ പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നെക്സ്റ്റ് ഡേ വീണ്ടും എല്ലാ സ്റ്റുഡൻസും അവരവരുടെ അൾട്ടിമേറ്റ് ട്രെയിനിങ് ജിപ്സു അത് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വീണ്ടും വീണ്ടും ദിവസങ്ങൾ കഴിയും തോറും നമ്മുടെ ആൾക്കാർ പവർഫുൾ ആയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ചെക്കൻ പുതിയൊരു ഗാഡ്ജറ്റ്സ് ഒക്കെ അവന്റെ കയ്യിൽ ഫിക്സ് ചെയ്യും. അപ്പൊ മിനട്ടോ ഇപ്പൊ ഹീറോയോട് ചോദിക്കും, നിന്റെ കോസ്റ്റ്യൂം അത് ചേഞ്ച് ചെയ്യുന്നില്ലേ? അതിന് ഹീറോ പറയും, അയ്യോ ഇല്ല ഇല്ല, ഇതെനിക്ക് എന്റെ അമ്മ തന്നതാണ്, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് ഇത് മാത്രമേ ഞാൻ ഇടൂ. കട്ട് ചെയ്ത കാക്ക തലേന് അവന്റെ ഷാഡോ പവർ അതിപ്പോ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവിടെ ചപ്രത്തലേൻ അവന്റെ പവർ അത് ഡബിൾ ആക്കും. അവൻ ഫുൾ പവറില് ഇപ്പൊ ട്രെയിനിങ് എടുക്കും. അപ്പൊ അവന്റെ പവറില് വലിയൊരു കല്ല് അതങ്ങനെ അടർന്ന് അത് നേരെ ഇപ്പൊ ചിരിക്കുടന്റെ നേർക്ക് വരും. അത് കണ്ട ഇസുക്ക് പയ്യൻ അവൻ ചാടി വീണ് അതിനെ തടയാൻ ശ്രമിക്കും. ഹീറോ കറങ്ങി വന്ന് അവന്റെ കാല് വെച്ച് ആ കല്ല് തട്ടിച്ച് തകർക്കും. ആക്ച്വലി നമ്മുടെ ഹീറോയുടെ അൾട്ടിമേറ്റ് പവർ അതിതാണ്. അവന്റെ പവറും സ്റ്റൈലും കണ്ട് എല്ലാവരും ഷോക്കായി നിൽക്കും. അപ്പൊ അവരെ നോക്കി നമ്മുടെ ചെക്കൻ അവൻ ചിരിച്ചോണ്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പോളി.